എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യം. തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. ഈ ഭൂമിയിൽ നിരവധിയായ ആശയങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഓരോ ഗോത്രങ്ങളുടെയും ഓരോ ഭാഷക്കാരുടെയും വംശക്കാരുടെയും മതങ്ങളുടെ ഇടയിൽ പല വിധത്തിലുള്ളതായ ആശയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിലകൊള്ളുന്നുണ്ട്. അതിൽ മനുഷ്യ സമൂഹത്തിന് അനുഗ്രഹമായ നിലയിലുള്ള പല ആശയങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ചില ആശയങ്ങൾ, ചില മനുഷ്യർ മുന്നോട്ട് വയ്ക്കുന്നതായ ചില ആശയങ്ങൾ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ അത് മൺമറഞ്ഞു പോകുന്നതായിട്ടും നമുക്ക് ദർശിക്കാനായിട്ട് കഴിയുന്നുണ്ട്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും അനുഗ്രഹമായ അവൻ്റെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ആശയങ്ങളെ അവൻ മനസ്സാൽ സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ ജീവിതത്തിന് ഗുണമില്ല, അല്ലെങ്കിൽ അവൻ്റെ ഭൗതിക ജീവിതത്തിന് ഗുണമല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് മനുഷ്യൻ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ചില ആശയങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലത് മൺമറയുന്നു, ചിലത് നിലകൊള്ളുന്നു. ചില ആശയങ്ങൾ അത് തൃപ്തികരമല്ലെങ്കിലും അതിനെ സ്വീകരിച്ചേ മനുഷ്യൻ എന്ത് ചെയ്യത്തുള്ളൂ, പറ്റത്തുള്ളൂ. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് നമുക്ക് ഗുണമെന്ന് തോന്നുന്ന ആശയത്തെ നമ്മൾ എന്ത് ചെയ്യും, സ്വീകരിക്കും. എന്നാൽ ചില ആശയങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഗുണമല്ലെങ്കിലും, അത് നമുക്കത്ര തൃപ്തികരമല്ലെങ്കിലും അതിനെ നമുക്ക് സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. അത് നമ്മുടെ ജീവിതത്തിന് ഗുണമല്ല എന്ന് നമുക്ക് തോന്നാമെങ്കിലും അതിനെ സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ ചില ആശയങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് സത്യത്തിൻ്റെ മുഖം എന്താണ്, വികൃതമാണെന്ന് പറയാറുണ്ട്. യാഥാർത്ഥ്യങ്ങളുടെ മുഖം എന്ന് പറഞ്ഞാൽ പലപ്പോഴും വികൃതമാണ്. യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാ യാഥാർത്ഥ്യങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണമെന്നില്ല. ചില സത്യങ്ങളെ നമുക്ക് അംഗീകരിക്കണമെന്ന് ഇല്ല. മരണം അതൊരു യാഥാർത്ഥ്യമാണ്. ജനിച്ചു കഴിഞ്ഞാൽ സകല മനുഷ്യരും എന്തു ചെയ്യും, മരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ, കർത്താവിൻ്റെ വരവ് വരെ ഉള്ളവർ മരണത്താൽ എന്തു ചെയ്യും, ദൈവത്തിൻ്റെ സമയമാകുന്നവർ ആ സമയം വരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, പൊക്കൊണ്ടിരിക്കും. എന്നാൽ കർത്താവിൻ്റെ സമയത്ത് ഇവിടെ നിൽക്കുന്നവർ, ജീവനോട് ശേഷിക്കുന്നവരായ നാം കർത്താവിനോട് കൂടെ എന്ത് ചെയ്യും, എടുക്കപ്പെടുമെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പം മരണമെന്നതൊരു യാഥാർത്ഥ്യമാണെങ്കിലും, അതൊരു സത്യമാണെന്ന് മനുഷ്യൻ അറിയാമെങ്കിലും ആ യാഥാർത്ഥ്യത്തെ നമുക്ക് മനസ്സാൽ സ്വീകരിക്കാനായിട്ട് എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. അതിന് കാരണം എന്താ, ആ മരണം ഉളവാക്കുന്ന വേദന, ആ കുടുംബത്തിന് കൊടുക്കുന്നതായ വേദന, ആ വ്യക്തി ബന്ധങ്ങളുടെ ഇടയിലുളവാകുന്ന ഒരു വിടവ്, ആ മരണപ്പെട്ടു പോയ വ്യക്തി ആ കുടുംബത്തിൽ ഉണ്ടാക്കിയതായ ഒരു വിടവ്, അത് നികത്താൻ മറ്റൊരാളെ കൊണ്ട് എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. നമ്മളെല്ലാവരും പറയുന്നത് മരണം യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ യാഥാർത്ഥ്യത്തെ സ്വീകരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ്? അതുണ്ടാക്കുന്ന വേദനയും അതുണ്ടാക്കുന്ന വിടവുകളും ആ വ്യക്തി നമ്മൾക്ക് പകർന്നു നൽകിയിട്ട് പോയിട്ടുള്ളതായ നല്ല പാഠങ്ങളും അവരുടെ ഓർമ്മകളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, പലപ്പോഴും വിഷമങ്ങളായിട്ട് തീരാറുണ്ട്. സാമ്പത്തിക ഞെരുക്കം ഒരു യാഥാർത്ഥ്യമാണ്. എല്ലായ്പ്പോഴും നമ്മുടെ സാമ്പത്തികം ഒരേപോലെ നിൽക്കണമെന്നില്ല. കടഭാരം ഒരു യാഥാർത്ഥ്യമാണ്. അത് ചില സമയത്ത് കടമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. പക്ഷെ നമുക്കത് സ്വീകരിക്കാനുള്ള മാനസിക ഒരുക്കം പലപ്പോഴും, അല്ലെങ്കിൽ ഒരു സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയത്തില്ല. വിപത്തുകൾ, ഭൂകമ്പങ്ങൾ, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഇതൊക്കെ മനുഷ്യരുടെ ഇടയിൽ ഒരു യാഥാർത്ഥ്യമാണെങ്കിലും ഇതിനെ സ്വീകരിക്കാനായിട്ട് നമുക്ക് എന്ത് കഴിയാറില്ല. കാരണം നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ്, നമ്മുടെ നാളെയുടെ ഭാവിയെ ചോദ്യം ചെയ്യുന്നതാണ്. നമ്മുടെ സുഖകരമായ നടത്തിപ്പുകൾക്ക് അതൊന്നും നല്ലതല്ല എന്നുള്ള തോന്നലുകൾ ഉള്ളതുകൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങളാണെങ്കിൽ പോലും അവയെ മനസ്സാൽ സ്വീകരിക്കാൻ മനുഷ്യനെ സംബന്ധിച്ച് കഴിയാറില്ല. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ സത്യമാണെന്ന് മനുഷ്യനറിയാം. പക്ഷേ അത് വരുത്തി വയ്ക്കുന്നതായ സാമ്പത്തിക നഷ്ടങ്ങൾ, സാമ്പത്തികമായ ക്ലേശങ്ങൾ, മാനസികമായ ക്ലേശങ്ങൾ, ഇതൊക്കെയും നമ്മൾ എന്തു ചെയ്യും, അതിനോട് എതിർത്ത് നിൽക്കുന്നതിന്, അതിനെ മനസ്സാൽ സ്വീകരിക്കുന്നതിന് തടസ്സമായിട്ട് മാറാറുണ്ട്. ഇതുപോലെ തന്നെയാണ് പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ഉള്ളടങ്ങിയ പല തത്വങ്ങളും ഇന്ന് ഭൂമിയിലുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളെ സത്യമാണെന്നറിയാമെങ്കിലും സ്വീകരിക്കാൻ ഒരു വൈമനസ്യം.
കാരണം നമ്മുടെ സുഖമായ നടത്തിപ്പുകൾക്ക് അത് നല്ലതല്ല എന്നുള്ള ഒരു തോന്നൽ. ഓരോ മതങ്ങൾക്കും ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഓരോ സംഘടനകൾക്കും അവരുടേതായ ആശയങ്ങളുണ്ട്. ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ഒരു വ്യക്തി ചില സമയങ്ങളിൽ ആകർഷിക്കപ്പെടുന്നത് ആ മതം നൽകുന്ന ആശയങ്ങളാണ്. അവർ നൽകുന്ന ഐഡിയോളജികളെ അട്രാക്റ്റായിട്ട് പലരും എന്ത് ചെയ്യാറുണ്ട്? മറ്റൊരു മതത്തിലേക്ക് മാറാറുണ്ട്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ആശയങ്ങളെ സ്വീകരിക്കുകയും ഇഷ്ടമില്ലാത്ത ആശയങ്ങളെ തള്ളിക്കളയുന്നതിനുള്ള സ്വാതന്ത്ര്യം മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറി കുരിശിൽ കിടക്കുന്ന സമയത്ത് യേശുവിൻ്റെ ക്രൂശിൻ്റെ അരികിൽ യോഹന്നാൻ എന്ന ശിഷ്യനും ചില സ്ത്രീകളും മാത്രമേ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുള്ളൂ. അതിന് മുന്നേ വരെ 3.5 വർഷക്കാലത്തോളം യേശു കർത്താവ് ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തെങ്കിലും, യേശു കർത്താവിൻ്റെ അത്ഭുതങ്ങൾ അവർ കണ്ടെങ്കിലും, യേശു അധികാരം നൽകി പുറപ്പെട്ടു പോയി അത്ഭുതങ്ങളും അടയാളങ്ങളും ശിഷ്യന്മാർ ചെയ്തെങ്കിലും, യേശുവിൻ്റെ കാൽവരി കുരിശിനോട് അടുത്ത് നമ്മൾ വരുമ്പോൾ യോഹന്നാനെയും ചുരുക്കം ചില സ്ത്രീകളെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കാണുന്നുള്ളൂ. അതിന് കാരണം തങ്ങളുടെ ഗുരു, ഇതുവരെ വലിയ ആശയങ്ങൾ പ്രസംഗിച്ച തങ്ങളുടെ ഗുരു ഇപ്പോൾ മരണപ്പെട്ടിരിക്കുക. തങ്ങളുടെ യജമാനൻ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുക. നാളെ ആ മരണം ഞങ്ങളെയും തേടി വരാം. ഞങ്ങളുടെ ഗുരുനാഥനെ പിടിച്ച അതേ യഹൂദന്മാർ ഞങ്ങളെയും നാളെ പിടിച്ച് ക്രൂശിക്കുന്നതിനുള്ള സാധ്യതകൾ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് ആ ഭയം യേശുവിൻ്റെ ശിഷ്യന്മാരെ എന്ത് ചെയ്തിരുന്നു? പിടിച്ചിരുന്നു. നാളെ എന്തായി തീരുമെന്നുള്ളതായ ചിന്ത, യഹൂദന്മാർ തങ്ങളെയും കൊല്ലാനുള്ള സാധ്യതയുണ്ടെന്നുള്ള ചിന്ത ആ ശിഷ്യന്മാരെ കീഴടക്കിയിരുന്നത് കൊണ്ട് യേശു ജീവിച്ചിരുന്നപ്പോൾ യേശുവിനോട് അനുഗമിച്ചിരുന്നു എങ്കിലും യേശുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ ചുരുക്കം ചില ആളുകളെ മാത്രമേ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുള്ളൂ. 5000-ത്തിലധികം സ്ത്രീകളും കുട്ടികളും ഒഴികെ 5000-ത്തിലധികം പുരുഷന്മാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം കാണുന്നുണ്ട്. അങ്ങനെ അപ്പം തിന്നവരെ ആരെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല? ക്രൂശിൻ്റെ ചുവട്ടിൽ കാണാനായിട്ട് കഴിയുന്നില്ല. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവർ അന്ന് ആ നാട്ടിലുണ്ട്. പക്ഷേ അവരെ ആരെയും യേശുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. അത്ഭുതകരമായ രോഗസൗഖ്യം പ്രാപിച്ചവർ, സകല സമ്പത്തുകളും വൈദ്യന്മാർക്ക് നൽകിക്കൊടുത്തിട്ടും രോഗസൗഖ്യം കിട്ടാത്ത യേശുവിൻ്റെ കരത്തിൻ്റെ സ്പർശനമായിട്ട് സൗഖ്യം പ്രാപിച്ച അനേകം ആളുകൾ ആ നാട്ടിലുണ്ട്. എന്നാൽ അവരെ ആരെയും യേശുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ഏകദേശം 120 പേരോളം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ മാളിക മുറിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഏകദേശം 120ഓളം പേർ. ഈ 120 പേരെ കൊണ്ടാണ് ലോകം മുഴുവൻ സഭ എന്ത് ചെയ്തത്? വളർന്നു പന്തലിച്ചത്. എല്ലാ ഗോത്രങ്ങളിലേക്കും ഭാഷകളിലേക്കും വംശക്കാരുടെ ഇടയിലേക്കും ദൈവത്തിൻ്റെ സഭ വളരേണ്ടതിന് പണിയേണ്ടതിന് കർത്താവ് ഉപയോഗിച്ചത് ഈ ഏകദേശം 120ഓളം പേരെ കൊണ്ടാണ്. ആ എണ്ണം നമ്മളെടുത്ത ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഒരാശയത്തിൻ്റെ വിജയം എവിടെയാണ്? ആ ആശയത്തെ എത്ര പേർ സ്വീകരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരാശയത്തിൻ്റെ വിജയം നമ്മൾ കണക്കാക്കുന്നത്. നമ്മുടെ നാട്ടിൽ പല രാഷ്ട്രീയ പാർട്ടികളുണ്ട്, പല ആശയങ്ങളുണ്ട്, പല വിധത്തിലുള്ളതായ ഐഡിയോളജീസ് ഉണ്ട്. ആ ഐഡിയോളജികളെല്ലാം ജനങ്ങളുടെ ഇടയിലേക്ക് എത്രത്തോളം ആഴ്ന്നിറങ്ങുമോ, എത്രത്തോളം അനുയായികളെ സൃഷ്ടിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും ആശയങ്ങളുടെ നിലനിൽപ്പ്. ഓരോ ഗുരുക്കന്മാരും വന്ന് പല ആശയങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ആശയങ്ങളെ സ്വീകരിച്ചവരുടെ എണ്ണം അനുസരിച്ചാണ് ആശയങ്ങൾ അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റപ്പെട്ടിട്ടുള്ളത്. ലോകത്തിൻ്റെ വീക്ഷണം അനുസരിച്ച് വിജയമെന്ന് പറയുന്നത് നമ്മളെ ഫോളോ ചെയ്യുവാൻ എത്ര ആളുകളുണ്ട് എന്നുള്ളതിനെ അനുസരിച്ചാണ്. എന്നാൽ യേശു കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ യോഹന്നാൻ എന്ന് പറയുന്ന ഒരു ശിഷ്യനും ചുരുക്കം ചില സ്ത്രീകളെ ഉള്ളൂ. ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ യേശുവിൻ്റെ ആശയങ്ങൾ അവിടെ വെച്ച് അസ്തമിച്ചതാണ്. യേശുവിൻ്റെ ആശയങ്ങൾ അവിടെ വെച്ച് പരാജയപ്പെട്ടതാണ്. എന്നാൽ മാളിക മുറിയിലുള്ള ഏകദേശം 120ഓളം പേരിൽ നിന്നുകൊണ്ട് ഇന്ന് നമ്മൾ അഭിമാനിക്കുന്ന ലോകത്തിലെ എണ്ണത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന യേശുവിൻ്റെ അനുയായികൾ എന്ന് പറയുന്നവർ, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. എണ്ണത്തിൻ്റെ പെരുപ്പത്തിൽ അന്ന് ആശയങ്ങളുടെ വിജയം നമ്മൾ നോക്കിയിരുന്നു എങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ സഭ നിലനിൽക്കുകയില്ലായിരുന്നു. കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ചുരുക്കം ചില വ്യക്തികളിലൂടെ സകല മനുഷ്യരിലേക്കും പടർന്ന് പന്തലിക്കത്തക്ക നിലയിൽ അത് വളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ്, സ്വാധീനമെന്ന് പറയുന്നത്
വളരെ വലുതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. യേശുവിൻ്റെ ജ്ഞാനം കേട്ടിട്ട്, യേശുവിൻ്റെ വാമൊഴി കേട്ടിട്ട് അത്ഭുതം കൂറിയവർ, അതിശയപ്പെട്ടവർ പലരെയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. യേശുവിൻ്റെ പ്രസംഗങ്ങളെ കേട്ടപ്പോൾ ഇതേപോലെ ജ്ഞാനം ഇവന് എവിടുന്ന് കിട്ടി, അത്ഭുതകരമായ വാമൊഴികളാണ് എന്ന് അതിശയം കൂറിയ ശാസ്ത്രിമാരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. യേശുവിൻ്റെ ജ്ഞാനവും പ്രസംഗങ്ങളുമൊക്കെ അതിശയിപ്പിക്കുന്നതായിരുന്നു എങ്കിലും ഭാവിയായ ജഡത്താൽ നിയന്ത്രിക്കപ്പെടുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ആശയങ്ങളെ സ്വീകരിക്കാനുള്ള വൈമുഖ്യം നമുക്ക് കാണാനായി കഴിയുക. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ ആശയങ്ങൾക്ക് വളരെ പ്രചാരണം അന്ന് ലഭിക്കാതിരുന്നത്? വാ കൊണ്ട് അവർ അപ്രീഷിയേറ്റ് ചെയ്തെങ്കിലും ക്രൂശിൻ്റെ ചുവട്ടിൽ ചുരുക്കം ചില ആളുകളായി മാറിയതിൻ്റെ കാരണം എന്താ? ആ ആശയം സ്വീകരിച്ചാൽ ജീവൻ നഷ്ടപ്പെടാനുള്ളതായ, ജീവൻ ഒടുങ്ങാനുള്ളതായ സാധ്യതകൾ ഉള്ളതുകൊണ്ട് യേശുവിൻ്റെ ആശയത്തെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ആര് ശ്രമിച്ചില്ല? അന്നുണ്ടായിരുന്ന പലരും ശ്രമിച്ചില്ല എന്ന് കാണാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ളതായ വാക്യങ്ങൾ നമ്മൾ താഴേക്ക് വായിച്ചു വരുമ്പോൾ യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി അനവധിയായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് കൂടുന്നതായി നമുക്ക് കാണാനായി കഴിയുന്നുണ്ട്. മറ്റു സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ഏകദേശം 3 ദിവസമായി യേശുവിൻ്റെ പ്രസംഗങ്ങൾ അവർ തുടർമാനമായി അവർ കേട്ടുകൊണ്ടേയിരിക്കുക. എന്നാൽ പറഞ്ഞയക്കുന്ന സമയത്ത് അവർ ക്ഷീണിച്ചു പോകും, വഴിയിൽ വെച്ച് തളർന്നു പോകും എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു വിടുന്നതിന് വേണ്ടി യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുക. എന്നാൽ ശിഷ്യന്മാരെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് യേശു അവിടെ ചോദിക്കുന്നത് എന്ന് വചനം നമ്മളെ പറയുന്നുണ്ട്. അവിടെ യേശു ഒരു അത്ഭുതം ചെയ്യുന്നു. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സ്ത്രീകളും കുട്ടികളും ഒഴി 5000-ഓളം പുരുഷന്മാർക്ക് യേശു കർത്താവ് അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതായി കാണുന്നുണ്ട്. അതിൻ്റെ 6:14 എന്ന് വായിച്ചാൽ, 6:14 യോഹന്നാന്റെ സുവിശേഷം 6:14 നമ്മൾ വായിക്കുമ്പോൾ, അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട്, നോക്കിയേ, അനവധി ആളുകൾ അവിടെ ഉള്ളത്. യേശു ചെയ്ത ഈ അത്ഭുതം കണ്ടപ്പോൾ അവർക്ക് ഉറപ്പായി ഈ 3 ദിവസത്തോളം യേശുവിൻ്റെ വാമൊഴി തുടർച്ചയായിട്ട് അവർ കേട്ടുകൊണ്ടിരിക്കുക, യേശുവിൻ്റെ പ്രസംഗത്തെ അവർ കേട്ടുകൊണ്ടിരിക്കുക. യേശു ചെയ്ത ഈ അത്ഭുതങ്ങളുടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി ഈ ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകന്മാർ പ്രവചിച്ചിട്ട പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ആ മശിഹ യേശുവാണെന്ന് അവർക്ക് ബോധ്യമായി. 15-ാം വാക്യം, ഓക്കെ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാൻ കരുത്തുള്ള, അത്ഭുതം ചെയ്യാനുള്ള ഈ മനുഷ്യൻ ഞങ്ങളുടെ രാജാവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാ ദിവസവും എന്താണ്? കുശാലാണ്. ശരീരം അനങ്ങാതെ, മേലനങ്ങാതെ, ജോലിക്ക് പോകാതെ രാജാവിൻ്റെ മുന്നിലിരുന്നാൽ മതി. 2 അപ്പം, ഉള്ള അപ്പവും ഉള്ള റൊട്ടിയും കൊണ്ടു കൊടുത്താൽ എന്ത് ചെയ്യാം? സുഖകരമായ നിലയിൽ കഴിയാമെന്ന് വിചാരിച്ചിട്ട് തങ്ങളുടെ രാജാവാക്കുന്നതിന് വേണ്ടി യേശുവിനെ അവർ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു, അവർ രാജാവാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. എന്നാൽ യേശു എന്ത് ചെയ്യാണ്? അവരുടെ ഭാവം, അവരുടെ മനസ്സിൻ്റെ ഉള്ളിലിരി പറഞ്ഞിട്ട് യേശു കർത്താവ് അവിടെ നിന്ന് കടന്നു പോവുകയാണ്. യേശുവിൻ്റെ പ്രഭാഷണം കേൾക്കാൻ, അത്ഭുതം സ്വീകരിപ്പാൻ ഏകദേശം 3 ദിവസങ്ങളിൽ ഇരുന്നവരാണവർ. യേശുവിൻ്റെ അത്ഭുതങ്ങൾ കണ്ടിട്ട് യേശുവിനെ രാജാവാക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തവരാണവർ. പക്ഷേ തൊട്ടടുത്ത ദിവസം അതേ അധ്യായം നമ്മൾ താഴേക്ക് വായിച്ചു വരുമ്പോൾ 35-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, തൊട്ടടുത്ത ദിവസവും യേശു ഈ അത്ഭുതം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ, അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ജനങ്ങൾ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ യേശു തൻ്റെ പ്രഭാഷണങ്ങൾക്ക്, തൻ്റെ ആശയങ്ങൾക്ക്, തൻ്റെ പഠിപ്പിക്കലുകൾക്ക് ഒന്നുകൂടൊന്ന് കട്ടികൂട്ടി. അവിടെ യേശു പറയാണ്, ഞാനാകുന്നു ജീവൻ്റെ അപ്പം, എൻ്റെ അടുക്കൽ വരുന്നവൻ എന്ത് ചെയ്യത്തില്ല? വിശക്കത്തില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. ഇന്നലെ പ്രതീക്ഷിച്ച, ഇന്നലെ കണ്ട അത്ഭുതം ഇന്നും നടക്കുമെന്നുള്ള ചിന്തയോടുകൂടി യേശുവിനെ അന്വേഷിച്ചെടുത്ത് കാണാഞ്ഞിട്ട് യേശു ഉള്ളിടത്തേക്ക് കടന്നു വന്നിരിക്കുക ജനം, ഇന്നലത്തെ അത്ഭുതം പ്രതീക്ഷിച്ച്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് യേശു തൻ്റെ പഠിപ്പിക്കലുകൾക്ക് ഒന്നുകൂടെ ഒന്ന് കട്ടികൂട്ടി. നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിലനിൽക്കുന്ന നിത്യജീവന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണമെന്നും ആഗ്രഹിക്കണമെന്നും യേശു കർത്താവ് അവരോട് പറയുക. എന്നിട്ട് അവരോട് പറയുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാകുന്നു ഞാൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യും? നിത്യജീവൻ ഉണ്ടാകും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ 41 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ,
നോക്കിയേ, ഇന്നലെ രാജാവാക്കണമെന്ന് പറഞ്ഞവരാ, ഇന്നലെ തങ്ങളുടെ രാജാവായിട്ട് യേശുവിനെ അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞവരാ. പക്ഷേ യേശുവിൻ്റെ ആശയങ്ങൾക്ക് കട്ടി കൂടിയപ്പോൾ ഇപ്പം എന്ത് ചെയ്യാൻ തുടങ്ങി? പിറുപിറക്കാനായിട്ട് തുടങ്ങി. ബാക്കി വാക്യങ്ങൾ വായിക്കാമോ? ആ ആ ആ ആ എൻ്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയത്തില്ല. ആ വാക്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കണം. എന്നിട്ട് 54-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു, എൻ്റെ മാംസം തിന്നണം, എൻ്റെ രക്തം എന്ത് ചെയ്യണം? കുടിക്കണം. 60-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിൻ്റെ ഈ പഠിപ്പിക്കലുകളെല്ലാം കേട്ട അവൻ്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട്, ഇത് കഠിനവാക്ക്, ഇതാർക്ക് കേൾപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. 66-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവരിൽ പലരും ആരെ? ഇന്നലെ യേശു രാജാവായിരുന്നാൽ കൊള്ളാമെന്ന് മനസ്സുകൊണ്ട് പറഞ്ഞവർ, ഇന്ന് യേശുവിനെ അന്വേഷിച്ചെടുത്ത് കാണാഞ്ഞിട്ടും യേശു ഇരുന്നിടം അന്വേഷിച്ച് കടന്നു വന്നവർ, യേശുവിൻ്റെ ആശയങ്ങളെ, യേശുവിൻ്റെ ഉപദേശങ്ങളെ ഇച്ചിരി കട്ടികൂട്ടി ഒന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പറയുക, ഇത് കഠിനവാക്ക്, ഇത് സ്വീകരിപ്പാൻ ആർക്ക് കഴിയും? പലരും എന്ത് ചെയ്തു? യേശുവിനെ പിൻവാങ്ങിപ്പോയി. യേശു 12 ശിഷ്യന്മാരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്കും മടങ്ങിപ്പോകാൻ മനസ്സുണ്ടോ? അവർ പറയുന്നൊരു വാക്യം, ഞങ്ങൾ എവിടെ പോകും? നിത്യജീവൻ്റെ മൊഴികൾ ആരുടെ പക്കലുണ്ട്? നിൻ്റെ പക്കലുണ്ടെന്ന് യേശു കർത്താവിനോട് അവർ പറയാം. അപ്പം ഈ യേശുവിൻ്റെ ഉപദേശങ്ങൾ നമ്മുടെ ജഡത്തിന് തൃപ്തിയല്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോൾ, ഞങ്ങളുടെ നിലനിൽപ്പിന് കൊള്ളാകുന്ന ഒന്നല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തു? പിൻവാങ്ങിപ്പോയി. യേശുവിൻ്റെ ലക്ഷ്യവും യേശുവിൻ്റെ പഠിപ്പിക്കലും നമ്മുടെ ജഡത്തിൻ്റെ സുഖത്തിന് വേണ്ടിയുള്ളതല്ല, നമ്മുടെ ആത്മാവിൻ്റെ നിത്യജീവന് വേണ്ടിയുള്ളതാണ്. ഈ ഭൂമിയിൽ നമ്മളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഒരു പ്രഭാഷണം യേശു നടത്തിയിട്ടില്ല. ഈ ഭൂമിയിൽ നമ്മളെ ഉയർത്തുന്നതിന് വേണ്ടിയുള്ളൊരു പ്രഭാഷണം യേശു കർത്താവ് നടത്തിയിട്ടില്ല. യേശുവിൻ്റെ പ്രഭാഷണം മുഴുവനും നിത്യജീവനെക്കുറിച്ചുള്ളതായിരുന്നു. എന്നിൽ വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട് എന്നുള്ളതായിരുന്നു യേശു കർത്താവിൻ്റെ പ്രഭാഷണങ്ങൾ മുഴുവനും. യേശുവിൻ്റെ കാലത്ത് അത്ഭുതം കണ്ടവർ ഉപദേശം കേട്ടപ്പോൾ പിൻവാങ്ങിപ്പോയെങ്കിൽ, പ്രിയരെ, ഇന്ന് നാം കാണുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ആ 120 പേരിൽ തുടങ്ങിയ, ഇന്ന് ലോകത്ത് 1-ാം നമ്പർ എന്ന് നമ്മൾ അഭിമാനിക്കുന്ന ക്രിസ്ത്യാനികൾ എന്ന പേരുള്ള പലരും ഈ ഉപദേശം കേട്ടിട്ടാണോ യേശുവിനെ അനുഗമിക്കുന്നത് എന്നുള്ളത് ഒരു സംശയമാണ്, അല്ലേ? ഇന്ന് നമ്മൾ അഭിമാനിക്കുന്നത് ലോകത്തെ എണ്ണത്തിൽ നമ്മളാണ് 1-ാം സ്ഥാനത്ത്. പക്ഷേ സത്യത്തിൽ അവരെല്ലാം ഉപദേശം കേട്ടിട്ടുണ്ടോ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. കാരണം യേശു ഉപദേശം പറഞ്ഞപ്പോൾ 12 പേരിൽ ഒതുങ്ങിയെങ്കിൽ, യേശുവിൻ്റെ ഉപദേശങ്ങളെ കേട്ടിട്ടാണ് ഇവർ യേശുവിനെ അനുഗമിക്കുന്നത് എങ്കിൽ അതൊരു അത്ഭുതമാണ്. എന്നാൽ എൻ്റെ സംശയം, ഇവരിൽ പലരും ആ ഉപദേശങ്ങൾ കേട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ചില സൂപ്പർ മാർക്കറ്റുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ ചില ദിവസങ്ങളിൽ പോയാൽ ഭയങ്കര തിരക്കാണ്, ഇല്ലേ? ഇവിടെ ബ്ലാക്ക് ഫ്രൈഡേ എന്നൊക്കെ പറയുന്ന ചില ഭയങ്കര ഇടിയാണ്. തൊട്ടടുത്ത ആഴ്ച പോയാൽ ആ ഇടിയില്ല, ഇല്ല. കാരണം എന്താ? ഓഫർ അന്നേ ഉള്ളായിരുന്നു. അപ്പം മനുഷ്യന് സന്തോഷം നൽകുന്ന ഓഫറുകൾ സൂപ്പർ മാർക്കറ്റുകൾ നൽകുമ്പോൾ നമ്മൾ അവിടേക്ക് എന്ത് ചെയ്യും? ഓടും. അവിടെ നമുക്ക് ആളെ കാണാനായിട്ട് പറ്റും. ഇതുപോലെയാണ് പല സഭകളുടെയും പരസ്യങ്ങൾ. നമ്മൾ വിചാരിക്കുന്ന എണ്ണം കൂടുമ്പോൾ അവിടെ എന്തോ വലിയ സംഭവമാണെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ അത് പരസ്യ ബോർഡ് കണ്ടാണ് എന്ത് ചെയ്യുന്നത്? ചില പരസ്യങ്ങൾ, നിൻ്റെ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നുള്ള വിടുതൽ, നിൻ്റെ മാറാ രോഗത്തിൽ നിന്നുള്ള വിടുതൽ, അത്ഭുത രോഗസൗഖ്യം, സൈക്കിളിൽ വന്നാൽ കാറിൽ പോകാം, തലമുറകളുടെ ഭാവിയെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ, ഇതെല്ലാം എന്തു ചെയ്യും? കടന്നു വരുവീൻ, അനുഗ്രഹം പ്രാപിപ്പീൻ. നമ്മുടെ ജഡത്തിനൊരു സുഖമല്ലേ ഇത് കേൾക്കുമ്പോൾ? സൂപ്പർ മാർക്കറ്റിലെ ഓഫർ പോലെ ഇത് കേൾക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊക്കെ ഒരു വിടുതൽ കിട്ടണമെന്ന് ആഗ്രഹത്തോടിരിക്കുന്ന നമ്മുടെ ജഡത്തിന് എന്താണ്? അത് കേൾക്കുമ്പോൾ ഒരു സുഖം. അതിനുവേണ്ടി ആളുകൾ എന്ത് ചെയ്യുക? ഒഴുകിയ. ഞാനിത് തെറ്റാണെന്നല്ല പറഞ്ഞു. മനുഷ്യൻ്റെ കടഭാരം മാറണം, മനുഷ്യൻ്റെ രോഗങ്ങൾ മാറണം, മനുഷ്യൻ്റെ അവൻ്റെ എല്ലാ ശാപങ്ങളും നീങ്ങണം. അത് യേശുവിൻ സാധ്യമാണ്. എന്നാൽ ഈ പരസ്യ ബോർഡുകളെ കണ്ടിട്ടാണ് പലരും എന്ത് ചെയ്യുന്നത്? സഭയ്ക്കകത്തേക്ക് കടന്നു വരുന്നത്.
പലപ്പോഴും ഈ ഓഫറുകളാണ് ആടുകളെ എന്ത് ചെയ്തത് ഇതിനകത്തേക്ക് ഇടിച്ചു കയറ്റുന്നത്. എന്നാൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ, ഞാൻ എന്നെ കൂടെ ചേർത്ത് പറയുക, യേശുവിൻ്റെ ഉപദേശങ്ങളെ ഓരോന്നായി സ്വീകരിപ്പാൻ റെഡിയാണ്. ഞാൻ എന്നെ കൂടെ ചേർത്ത് വയ്ക്കുക. ഞാൻ ഉൾപ്പെടെയുള്ളവർ യേശുവിൻ്റെ ഉപദേശത്തെ മനസ്സാൽ സ്വീകരിച്ചിട്ടാണോ യേശുവിനെ അനുഗമിക്കുന്നത്? ചില ഉപദേശങ്ങളെ നമ്മളൊന്ന് നോക്കിയിട്ട് വളരെ വേഗത്തിൽ നമുക്കിന്ന് രാത്രി നിർത്താം. നമ്മൾ വായിച്ച വാക്യത്തിൽ തന്നെ നമ്മളെത്തും, അവസാനമെത്തും. ഒരല്പം വളഞ്ഞ വഴിയിൽ കൂടെ എന്ന് പറയുന്നത് പോലെ ഇച്ചിരി ലെങ്തി ആയിട്ടാണ് നമ്മൾ അവിടേക്ക് പ്രവേശിക്കാനായിട്ട് പോകുന്നത്. യേശുവിൻ്റെ ഉപദേശങ്ങൾ കേട്ടിട്ടാണോ നമ്മൾ യേശുവിനെ അനുഗമിക്കുന്നത്? നമ്മുടെ ജഡം കൊണ്ട്, മനസ്സുകൊണ്ട് അത് അംഗീകരിച്ചിട്ടാണോ യേശുവിനെ അനുഗമിക്കുന്നത്? ചുരുക്കം ചില യേശുവിൻ്റെ ഉപദേശങ്ങൾ നോക്കിയതിന് ശേഷം നമുക്ക് തുടർന്ന് ഭേദഭാഗങ്ങളിലേക്ക് പോകാം. മത്തായി സുവിശേഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 5-ാം അധ്യായം അതിൻ്റെ 11-12. ആ ആ ആ എന്തോന്ന് സന്തോഷിച്ച് എപ്പം? എൻ്റെ നാമനിമിത്തം നിങ്ങളെ പഴിക്കുമ്പോൾ, നിങ്ങളെ ഉപദ്രവിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിന്ദിക്കുന്നവരുടെ മുമ്പിൽ മാനിക്കുന്നൊരു ദൈവത്തെ ഞാൻ അന്വേഷിക്കുന്നത്. എന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ എന്നെ ഉയർത്തുന്നൊരു ദൈവത്തെ ഞാൻ അന്വേഷിക്കുന്നത്. എന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നാവാക്കുകളുടെ പറഞ്ഞവരുടെ മുമ്പിൽ എന്നെ ഉയർത്തുന്നൊരു ദൈവത്തെ ഞാൻ അന്വേഷിക്കുന്നത്. എൻ്റെ ജഡം കൊണ്ട് അന്വേഷിക്കുന്നത് ഞാൻ അവിടെയാ. പക്ഷേ യേശു പറയാം, നിന്നെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ, നിന്നെ എൻ്റെ പേര് ചൊല്ലി നിങ്ങളെ നിന്ദിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, ദുഷിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സന്തോഷിക്കണമെന്ന്. നിങ്ങൾ സന്തോഷിക്കണമെന്ന്. മനോഹരമായ ഉപദേശം അല്ലേ? ഒരാളുടെ നിന്നാവാക്ക് കേൾക്കുമ്പോൾ അറിയാം നമ്മുടെ അകത്തൂടെ പോകുന്ന എന്തൊക്കെ ചിന്തകളാണ് കടന്നു പോകുന്നത്. എന്നാലും അവനെന്നെക്കുറിച്ച്, അവളെന്നെക്കുറിച്ച് എങ്ങനെ പറഞ്ഞല്ലോ. 2:5-22. ആ ആ ആ ആ വളരെ മനോഹരം അല്ലേ? ആരെങ്കിലും ഒരാൾ നമ്മുടെ അടുത്ത് ഒരു വാക്കൊന്ന് പറഞ്ഞു നോക്കണം. നമ്മുടെ രക്തം തിളച്ചിട്ട് 2 വാക്ക് പറയാതെ നമുക്ക് എന്ത് ചെയ്യത്തില്ല? ഉറക്കം വരത്തില്ല. ചില സമയത്ത് ചില വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ, ഞാൻ ആരെയും മാറ്റി നിർത്തി, എന്നെ ചേർത്തൊക്കെ പറയുന്നത്. മനുഷ്യനെന്ന നിലയിൽ നമ്മുടെ ജഡത്തിന് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യാണ്? ഇറിറ്റേഷൻ ഉണ്ടാവും, പ്രതികരിക്കണമെന്ന് തോന്നും. പക്ഷേ യേശു പറയുക, നീ അങ്ങനെ ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാവും, അഗ്നി നരകത്തിന് യോഗ്യനാകുമെന്ന്. മത്തായി 5:25-26. എൻ്റെ പൊന്നച്ചായ, നമുക്കൊരു കേസ് വരുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥന എന്താ? ഉപവാസം എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ? അനീഷ് കാവാലം പാസ്റ്റാൻ തോന്നുന്നു ഒരിക്കൽ പറഞ്ഞ പോലെ, എതിർഭാഗം വക്കീലിൻ്റെ ബുദ്ധിയെ അടച്ച് നമ്മുടെ വക്കീലിന് നമ്മുടെ കേസ് വാദിക്കാൻ ആവശ്യമായി ജ്ഞാനം കർത്താവെ പകർന്നു കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ 3 ദിവസത്തെ ഉപവാസം എന്ത് ചെയ്യും? എടുക്കും. പക്ഷേ യേശു പറഞ്ഞത്, നിനക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കോടതിയിൽ പോകുന്നതിന് മുമ്പേ അവനുമായിട്ട് വഴിയിൽ വെച്ച് രമ്യതപ്പെട്ട, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നിന്നെ ജയിലിൽ അടയ്ക്കും. ആര് പറഞ്ഞതാ? നമ്മളെന്തിനാ ഉപവസിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്നത്? യേശുവിൻ്റെ ഉപദേശം എവിടെ കിടക്കുക? നമ്മളെ പ്രാർത്ഥന എവിടെ കിടക്കുക? 5:38-39. ചുരുക്കം ചില കാര്യങ്ങൾ നോക്കുന്നു. 38-39. ആ ആ ആ വളരെ മനോഹരം അല്ലേ? നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, അപ്പനെ വിളിച്ചാൽ, അമ്മയെ വിളിച്ചാൽ എന്ത് ചെയ്യണം? തിരിച്ച് നമ്മൾ പ്രതികരിച്ചിരിക്കണം. അപ്പനെ വിളിച്ചത് കേട്ടിട്ട് അമ്മയ്ക്ക് വിളിച്ച് കേട്ടത് ഇട്ടിട്ട് മിണ്ടാതിരിക്കുന്നത് നീ ആണാണോ എന്നാണ് സമൂഹം നമ്മളെ എന്ത് ചെയ്തത്? നമ്മളോട് ചോദിക്കുന്നത്. പക്ഷേ യേശു പറയുന്നത്, ചെകിട്ടത്തടിച്ചാൽ നീ എന്ത് ചെയ്യണം? മറ്റേത് കാണിച്ചു കൊടുക്കണം. ഒരാൾ അടിക്കുമ്പോൾ അറിയാം നമ്മുടെ അകത്തെ തിളപ്പ് അല്ലേ? നമ്മുടെ സന്ധിമജ്ജകളെല്ലാം പ്രതികരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങിയിരിക്കും. 2 കൊടുത്താൽ മതി എന്നുള്ള തോന്നലുകൾ ചിലരൊക്കെ പറയേണ്ട ആ സമയത്ത് ബൈബിൾ അങ്ങ് ഞാൻ എന്ത് ചെയ്യും? മാറ്റി വെക്കുന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. 2 കൊടുക്കാൻ വേണ്ടിയുള്ള തോന്നലുകൾ നമ്മുടെ മനുഷ്യനാണ്, ജഡം പ്രതികരിക്കുന്ന കാര്യം പറഞ്ഞത്. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം പറയുന്നത്. ജഡം അങ്ങനെ പ്രതികരിക്കുന്നത്. പക്ഷേ യേശു പറഞ്ഞ എന്ത് ചെയ്യണം? നിൻ്റെ ചെകിട്ടത്തടിച്ചവന് മറ്റേ ചെകിടും കൂടെ കാണിക്കണം. 40-ാം വാക്യം, നിൻ്റെ വസ്ത്രം എടുത്താൽ എന്ത് ചെയ്യണം?
ആ ആ മനോഹരമല്ലേ? നമ്മുടെ കയ്യിൽ നിന്ന് ഒരാൾ തട്ടിപ്പറിച്ചാൽ അതിൻ്റെ ഓടുള്ള ചേർന്ന സാധനം കൂടെ, വസ്ത്രം എടുത്താൽ പുതപ്പും കൂടെ, വസ്ത്രം മാത്രം കൊടുത്തവന് വിടല്, രാത്രി കിടക്കുമ്പം തണുപ്പ് മാറ്റാനുള്ള കമ്പിളി പുതപ്പും കൂടെ എന്ത് ചെയ്യണം? അവന് കൊടുത്തു വിടണം. 44. ആ ആ വാവ്, നമ്മുടെ ജഡം കൊണ്ട് സാധ്യമായ മനോഹരമായ കാര്യം. ശത്രുവിനെ എന്ത് ചെയ്യണം? നമ്മുടെ ശത്രു സംഹാരമാണ് നമ്മുടെ പലരുടെയും ആഗ്രഹം. ശത്രു സംഹാരം എന്താണ്? ശത്രു സംഹാരം. നമ്മളെ എതിർക്കുന്നവരെ തോൽപ്പിക്കുന്ന സ്വപ്നങ്ങളാണ് നമ്മുടെ മനസ്സിനകത്തുള്ളത്. നമ്മളെ എതിർത്ത് നിൽക്കുന്നവർ ഇല്ലായ്മയായി പോകുന്ന സ്വപ്നങ്ങളാണ് നമ്മുടെ മനസ്സിനകത്തുള്ളത്. പക്ഷേ കർത്താവ് പറയുക, നിനക്കൊരാൾ ശത്രുവായിട്ട് എഴുന്നേറ്റ് നീ അവനെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അത് മാത്രമല്ല, അവന് വേണ്ടി എന്ന് പറഞ്ഞാൽ അവനെ അനുഗ്രഹിക്കാനും കഴിയണമെന്നു. നമ്മുടെ ജഡം കൊണ്ട് സാധ്യമായ മനോഹരമായ ഉപദേശം. 6:1-2. ആ ആ എൻ്റെ പൊന്നച്ച, ഞാൻ ഒരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 10 പേര് അറിയണമെന്ന് എൻ്റെ ആഗ്രഹം. ഞാൻ ആർക്കെങ്കിലും ഒരു 10 രൂപ കൊടുത്താൽ, എന്തെങ്കിലും ചെയ്താൽ 10 പേര് അത് ഫോട്ടോ എടുത്ത് 10 പേരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കണം, സോഷ്യൽ മീഡിയയിലിട്ട് 10 പേര് കാണണമെന്ന് എൻ്റെ ആഗ്രഹം. പക്ഷേ യേശു കർത്താവ് പറയുക, നിങ്ങളുടെ നീതി എന്ത് ചെയ്യരുത്? മനുഷ്യൻ്റെ മുമ്പിൽ ചെയ്യരുത്. വലം കൈ ചെയ്യുന്നത് എന്ത് ചെയ്യരുത്? 6:5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ആ ആ എൻ്റെ പൊന്നച്ച, എൻ്റെ ഭക്തി 10 പേരറിയണമെന്ന് എൻ്റെ ആഗ്രഹം. ഞാൻ അതിനുവേണ്ടി എയർപോർട്ടിലിരുന്നാലും മുട്ടുമടക്കി പ്രാർത്ഥിക്കും, മാർക്കറ്റിലിരുന്നാലും കൈ ഉയർത്തി പ്രാർത്ഥിക്കും. ഞാൻ ഏത് സാഹചര്യത്തിലായിരിക്കുന്നു ആ സമയത്തെല്ലാം ഞാൻ ഭക്തനാണെന്ന് കാണിക്കാൻ വേണ്ടി എൻ്റെ പ്രാർത്ഥനാ ജീവിതം എന്തു ചെയ്യും? ഞാനവിടെ പ്രദർശിപ്പിക്കും. പക്ഷെ കർത്താവ് പറയുക, നീ അറയിൽ കടന്ന് രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കണം. 6:31 വരുമ്പോഴേക്ക് എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും. ഇന്നത്തെ കാര്യത്തെക്കുറിച്ച് യേശു പറയുന്നത് എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നതിനെക്കുറിച്ച്. എനിക്കാണെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടി എങ്ങനെ സമ്പാദിച്ച് വെക്കാമെന്നുള്ള ചിന്തയില്ല. എൻ്റെ ആയുസ് കഴിഞ്ഞാൽ അടുത്ത തലമുറ എങ്ങനെ കഴിയുമെന്നുള്ള ചിന്തയിലാണ് എൻ്റെ ചിന്ത. ഇന്ന് ഞാൻ അധ്വാനിക്കുന്ന അതിനു വേണ്ടിയാണ്, എൻ്റെ ജഡത്തിൻ്റെ ഓട്ടങ്ങൾ അതിനു വേണ്ടിയാണ്. പക്ഷേ യേശു പറയും, നിങ്ങൾ അതിനെക്കുറിച്ച് ഇന്നത്തെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെട്ട, നമ്മളാണെങ്കിൽ അടുത്ത ജനറേഷന് വേണ്ടിയുള്ള ചിന്തകളാണ്. 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ വളരെ ചുരുക്കമാണ്, അവസാനത്തെ ഒരു കാര്യം കൂടെ പറയണം. 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവിനെ മാറ്റി നിർത്തി അപ്പോസ്തലനായ പത്രോസ് ശാസിക്കുക. യേശു പറഞ്ഞു, ഞാൻ ഇനി മഹാപുരോഹിതന്മാരുടെ കയ്യിലേൽപ്പിക്കപ്പെടാൻ പോവുകയാണ്. അവരെന്നെ ക്രൂശിക്കും, അവരെന്നെ അടിക്കും. യേശു പറയുന്നു, യേശുവിനോട് പത്രോസ് പറയാ, ഗുരു നിനക്കങ്ങനെ സംഭവിക്കരുത്. യേശുവിനോട് പറയുന്നു, സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. അടുത്ത വാക്യം, അതിനുശേഷമുള്ള വാക്യം ഒന്ന് വായിക്കാമോ? നീ ദൈവത്തിൻ്റെതല്ല. ആ ആ ആ ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ ആ എന്നെ ത്യജിക്കണം. രണ്ടാമത് ക്രൂശും. എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ എങ്ങനെ ക്യാരി ചെയ്യും? നാളെ എവിടെ എത്തണമെന്നുള്ള സ്വപ്നങ്ങൾ കണ്ടിരിക്കുക ഞാൻ. എൻ്റെ തലമുറകളെ എന്താക്കണമെന്നുള്ള സ്വപ്നം കണ്ടിരിക്കുക ഞാൻ. യേശു പറയാൻ നിന്നെ ത്യജിക്കണമെന്ന്, നിൻ്റെ ആഗ്രഹങ്ങളെ നീ ത്യജിക്കണമെന്ന്. രണ്ടാമത് പറയാം, ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. എന്തിനാ ക്രൂശ് എടുക്കുന്നത്? ക്രൂശ് എടുക്കുന്നത് ക്രൂശിക്കപ്പെടാൻ, ക്രൂശിൽ കയറാൻ. മനോഹരമായ ആശയമല്ലേ? നമ്മുടെ ജഡത്തിന് അംഗീകരിക്കാൻ പറ്റിയ ഒരൊറ്റ ആശയം പോലും ആര് പറഞ്ഞില്ല? യേശു പറഞ്ഞില്ല. നമ്മുടെ ജഡത്തെ തൃപ്തിപ്പെടുന്ന ഒറ്റ ആശയങ്ങൾ പോലും, നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒറ്റ ആശയങ്ങൾ പോലും യേശു കർത്താവ് പറഞ്ഞിട്ടില്ല. ചില സമയത്ത് ഞാൻ നോക്കിയിട്ട് വരികൾക്കിടയിൽ കൂടെയെങ്കിലും മറ്റൊരാൾക്ക് 2 കൊടുക്കാനുള്ളൊരു വാക്യമെങ്കിലും പറഞ്ഞു വെക്കേണ്ടതായിരുന്നു ആര്? യേശു, ഇല്ലേ? കാരണം മനുഷ്യൻ്റെ പ്രകൃതം അങ്ങനെയാണ്. പക്ഷെ അതിനുപോലും അവസരം കൊടുക്കാതെ നമ്മുടെ മനസ്സിനും നമ്മുടെ ജഡത്തിനും ഒരു സംതൃപ്തി നൽകുന്ന ഒറ്റ ആശയങ്ങളും പറയാതെ യേശു കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ മുഴുവൻ ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ എങ്ങനെയാണ്,
ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണ്? ആ പ്രിൻസിപ്പിളിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനം, നിത്യജീവന് വേണ്ടിയുള്ള ഒരു ആഹ്വാനമായിരുന്നു യേശു കർത്താവ് കൊടുത്തത്. അതുകൊണ്ട് 6-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറഞ്ഞു, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പുത്രൻ്റെ അടുക്കൽ വരാനായിട്ട് കഴിയത്തില്ല. കാരണം എന്താ? നമ്മുടെ ജഡത്തെ തൃപ്തിപ്പെടുത്തുന്ന, നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ പൂവണിയിക്കുന്ന, നമ്മുടെ മനസ്സിൻ്റെ സ്വപ്നങ്ങൾക്ക് നിറവേറ്റൽ നൽകുന്ന ആശയങ്ങളല്ല യേശു പറഞ്ഞത്. നിനക്ക് നിത്യജീവൻ ഉണ്ടാകുവാൻ നീ നിന്നെ തന്നെ ത്യജിക്കണം, നിന്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കണമെന്ന് പറയുന്ന ഒരു ഗുരുവിനെ അനുഗമിക്കാൻ എത്ര പേർ കാണും പ്രിയരെ? നിങ്ങളുടെ സ്വപ്നങ്ങളെ എനിക്ക് വേണ്ടി ത്യജിക്കണമെന്ന് പറയുന്ന ഒരു ഗുരുവിനെ അനുഗമിക്കാൻ എത്ര പേർ കാണും? നിങ്ങളുടെ അപ്പനെയും അമ്മയും എന്നേക്കാൾ ഉപരിയായി അപ്പനെയോ അമ്മയോ മക്കളെയോ ഭാര്യയോ സ്നേഹിക്കുന്നവൻ എനിക്ക് കൊള്ളാകുന്നവനല്ല എന്ന് പറയുന്ന ഒരു ഗുരുവിനെ അനുഗമിക്കുവാൻ എത്ര പേർ കാണും? സ്വന്തം ജീവനെ ത്യജിച്ചിട്ട് എന്നെ അനുഗമിക്കണമെന്ന് പറയുന്ന ഒരു ഗുരുവിനെ അനുഗമിപ്പാൻ, ആശയത്തെ അംഗീകരിപ്പാൻ എത്ര പേർ കാണും? യേശു വിളിക്കുന്ന ആ ഒരു വിളിയിലേക്ക് പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രൻ്റെ അടുക്കലേക്ക് എന്ത് ചെയ്യത്തില്ല. ഈ ആഗ്രഹങ്ങളെല്ലാം തിരസ്കരിച്ച് തന്നെ തന്നെ ത്യജിച്ചുകൊണ്ട് ആണ് ഒരുവൻ യേശുവിനെ സ്വീകരിക്കുന്നത്. യേശുവിനെ ഞാൻ എൻ്റെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യം, കർത്താവേ നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു? അംഗീകരിക്കുന്നു. ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം അങ്ങാണ് ഏറ്റെടുക്കേണ്ടത്, അങ്ങാണ് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത്, എൻ്റെ കർത്തൃത്വം ഞാൻ അങ്ങേയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മുടെ ലോർഡ്ഷിപ്പ്, നമ്മുടെ സാൽവേഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കും, വീണ്ടും ജനന അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. പക്ഷേ ആ ആരംഭ നാളുകളിൽ വളരെ സന്തോഷമാണെങ്കിലും നമ്മളിനി വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് കടക്കാനായിട്ട് പോകുക. പിതാവ് ആകർഷിച്ചിട്ടുള്ളത് ആരും പുത്രൻ്റെ അടുക്കൽ വരുന്നില്ല. അങ്ങനെ പിതാവിൻ്റെ ആകർഷണ വലയത്തിൽ എന്നൊക്കെയോ രക്ഷിക്കപ്പെട്ടവരും പിതാവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നവരുമാണ് നമ്മൾ. ആ ആത്മീയ ജീവിതത്തിൻ്റെ സന്തോഷം അങ്ങനെ അങ്ങോട്ട് പോകുന്ന സമയത്താണ് ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിലേക്ക് പടിപടിയായിട്ട് കടക്കാനായിട്ട് തുടങ്ങിയത്. യേശുവിനെ അറിഞ്ഞ ആരംഭ നാളുകളിൽ പ്രാർത്ഥനകൾക്ക് ഉടനടി മറുപടിയാണ്. ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, അടയാളങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ സ്റ്റെപ്പ് വെച്ച് ആത്മീയ വളർച്ചയുടെ പാതകൾ അങ്ങോട്ട് കയറുന്ന സമയത്താണ് കൈപ്പേറിയ ആത്മീയ അനുഭവങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങിയത്? എടുത്തെറിയപ്പെടാനായിട്ട് തുടങ്ങിയിരുന്നത്. ഇറങ്ങിയ സമയത്ത് ഭയങ്കര ആവേശമായിരുന്നു, ഇറങ്ങിയ സമയത്ത് ഭയങ്കര തീഷ്ണതയായിരുന്നു, കർത്താവിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായിരുന്നു ആ സമയത്ത്. എന്നാൽ അത്ഭുതങ്ങളുടെ ചാകര അനുഭവിച്ച, കർത്താവിൻ്റെ കരുതലുകൾ ജീവിതത്തിൽ അനുഭവിച്ച ആ ദിനങ്ങൾ ഇങ്ങനെ പെയ്യെ മാറി ആത്മീയ വളർച്ചയുടെ പടവുകളിലേക്ക് കയറിക്കഴിഞ്ഞപ്പോൾ കാര്യങ്ങളുടെ ഗതി അങ്ങോട്ട് മാറാനായിട്ട് തുടങ്ങി. ചിന്താഗതി പയ്യെ നമ്മുടെ ചിന്താഗതികൾ അങ്ങോട്ട് മാറാനായിട്ട് തുടങ്ങി. ആ ചിന്താഗതികളൊക്കെ മാറ്റിവെച്ച് ഇത് യേശുവിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ വലിയൊരു നഷ്ടമാണെന്നുള്ള തിരിച്ചറിവുകൾ നമ്മൾക്കുണ്ടായിട്ടാണ് നമ്മളെ യേശുവിനെ എന്ത് ചെയ്തത്? അംഗീകരിച്ചത്. ആ ഒരു അംഗീകാരണം അല്ലെങ്കിൽ യേശുവിൻ്റെ പിന്നാലെ പോകുന്നതിന് വേണ്ടി നമ്മൾ സ്വീകരിക്കുമ്പോൾ, ആ യേശുവിനെ അനുഗമിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതം നമ്മൾ ഒഴിഞ്ഞു വെക്കുമ്പോൾ കാര്യങ്ങളുടെ ഗൗരവം അങ്ങോട്ട് മാറാനായിട്ടുണ്ട്. കാര്യങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? പടികളെ സ്റ്റെപ്പുകൾ അങ്ങോട്ട് കടക്കുമ്പോഴത്തേക്ക് ഓരോന്ന് പയ്യെ ഓരോരോ ശോധനകളും ഓരോരോ പരീക്ഷകളും ഇങ്ങോട്ട് കടന്നു വരാനായിട്ട് തുടങ്ങിയ. അതുവരെ കണ്ടിരുന്നവർ അവൻ യേശുവിനെ അംഗീകരിച്ചു എന്നറിയുമ്പോൾ ആ സന്തോഷം അവരുടെ മുഖത്തില്ല. ഇന്നലെ കണ്ടിരുന്നപ്പോൾ വീട്ടിൽ വന്ന് കുശലാന്വേഷണം കഴിഞ്ഞിട്ടേ പോകുമായിരുന്നുള്ളൂ. എന്നാൽ യേശുവിനെ അറിഞ്ഞു എന്നറിഞ്ഞപ്പോൾ, അവൻ യേശുവിനെ സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോൾ, അവൻ യേശുവിനെ ആരാധിക്കാൻ വേണ്ടി അവൻ്റെ ജീവിതം, അവൻ്റെ കുടുംബത്തെ മാറ്റി വെച്ചു എന്നറിഞ്ഞപ്പോൾ പയ്യെ എന്ത് ചെയ്യാൻ തുടങ്ങി? ആളുകളുടെ മുഖം പാടാനായിട്ട് തുടങ്ങി. ഈ ഒരു അനുഭവത്തിൽ നിന്നാണ് പാട്ടുകാരൻ എഴുതിയൊരു പാട്ടുണ്ട്. എന്ത്? ആരും സഹായമിൽ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നു. ഇന്നലെ വരെ യേശുവിൻ്റെ പിന്നാലെ അല്ലായിരുന്നു, ആ സമയത്ത് ആളുകൾ പിറകെ ഉണ്ടായിരുന്നു. ഇന്നലെ യേശുവിനെ അറിയാതിരുന്ന കാലഘട്ടത്തിൽ കൂടെ ഇരുന്ന് മദ്യപിക്കുന്നതിനും ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും കൂടെ വരാൻ ആളുണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ എപ്പം വിളിച്ചാൽ ഇറങ്ങി വരാൻ ആളുണ്ടായിരുന്നു. എന്നാൽ യേശുവിന് വേണ്ടി ജീവിതം മാറ്റിക്കൊടുത്തു എന്നറിഞ്ഞപ്പോൾ ഇന്നലെ കണ്ടവരൊക്കെ, കുശലം അന്വേഷിച്ചവരൊക്കെ അവരുടെ ജീവിതം, അവരുടെ പ്രതികരണങ്ങൾ മാറാനായിട്ട് തുടങ്ങി. ഇന്നലെ കണ്ടവരൊക്കെ ഇന്ന് വഴിമാറി നടക്കാൻ തുടങ്ങി. കൊട മറച്ചു പിടിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി? നടക്കാനായി തുടങ്ങി. ആ പാട്ടിൻ്റെ വരി ഒന്ന് ആരും സഹായമിൽ
എല്ലാവരും പാരിൽ കണ്ടോ കാണാതെയും ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടോ കാണാതെയും പോകുന്നവർ എന്നാൽ എനിക്കൊരു സഹായകൻ ഉല്ലാസമേ എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിയാതിലുല്ലാസം. അച്ഛാ, യേശുവിനെ അറിഞ്ഞപ്പം മുതൽ കുടുംബത്തിലെ കല്യാണത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് തുടങ്ങി. കുശലാന്വേഷണം അന്വേഷിച്ചിരുന്നവരൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ വിളിക്കാതായി, അവർ മുഖം തിരിക്കാനായിട്ട് തുടങ്ങി. ജോലി വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, മക്കളുടെ വിദ്യാഭ്യാസം വരെ തടഞ്ഞിട്ടുണ്ട്, വഴിയിൽ വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ആക്ഷേപിച്ചിട്ടുണ്ട്, ചാണകവെള്ളം കലക്കി ഒഴിച്ചിട്ടുണ്ട്, കഴുത്തിൽ ഡ്രമ്മ് കെട്ടി അടിച്ചോടിച്ചിട്ടുണ്ട്, വീടിൻ്റെ തറ ചാണകം കൊണ്ട് മെഴുകുമെന്ന് പറഞ്ഞിട്ട് അയ്യത്തഴിച്ചു കെട്ടിയ പശുവിൻ്റെ ചാണകം വരെ വാരിക്കൊണ്ട് പോയ അനുഭവങ്ങൾ ആദ്യകാല പിതാക്കന്മാരുടെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അവർ കടന്നുപോയിടത്തെല്ലാം പരിഹാസങ്ങളും നിന്ദകളും അനുഭവിച്ചിട്ടുണ്ട്. അവരെ പല വിധത്തിൽ അവഹേളിച്ചിട്ടുണ്ട്, ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിട്ടുണ്ട്, അവരുടെ വീടിന് കല്ലെറിഞ്ഞിട്ടുണ്ട്, അവരുടെ അധ്വാന പല കൃഷികൾ നശിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെ നിലയിൽ അപമാനിക്കാൻ കഴിയുമോ ആ നിലകളിലൊക്കെ നമ്മുടെ പെന്തക്കോസ്തിന്റെ പിതാക്കന്മാരെ അവർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എൻ്റെ അനുഭവമല്ല, നമ്മുടെ ആരംഭകാല പിതാക്കന്മാരുടെ അനുഭവത്തെയാണ് ഞാൻ പറയുന്നത്. ഈ കൈപ്പേറിയ അനുഭവങ്ങളിൽ കൂടി കടന്നുപോയ സമയത്ത്, ഇങ്ങനെ സ്ഥിതിഗതികൾ ഓരോന്ന് മാറാനായി തുടങ്ങിയ സമയത്ത് ആരംഭ ദിനങ്ങളിൽ പ്രാർത്ഥിച്ചതുപോലെ ഒരു അത്ഭുതം കാണുന്നില്ല. ആരംഭ നാളുകളിൽ കർത്താവിൻ്റെ ഇടപെടലുകൾ കണ്ടതുപോലെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഇടപെടലുകൾ കാണുന്നില്ല. അപ്പോൾ മനസ്സിനൊരു ചാഞ്ചല്യം വന്നതുപോലെ പലർക്കും തോന്നി, ജീവിതത്തിൽ ധൈര്യഹീനരായി പോകുന്നത് പോലെ പലർക്കും തോന്നി, ഈ കഷ്ടതയുടെ നടുവിൽ തങ്ങൾ ഒറ്റപ്പെടുമോ എന്നുള്ള തോന്നലുകൾ പലർക്കും തോന്നി, മടങ്ങിപ്പോയാൽ മതി എന്നുള്ള തോന്നലുകളിലേക്ക് പലരും എത്തപ്പെട്ടു. ഇറങ്ങി വന്ന ചർച്ചിലേക്ക് നോക്കിയ മനോഹരമായ മണിമാളികയാ, മനോഹരമായ നിലയിലുള്ള സൗധങ്ങൾ പണിഞ്ഞിട്ടിരിക്കുക, വളരെ മനോഹരമായ സൗഹൃദങ്ങൾ ആ സഭയിൽ നിന്നപ്പോൾ ഉണ്ടായിരുന്നു. മുന്നമേ നിന്ന സമൂഹത്തിൽ നിന്നപ്പോൾ വളരെ മനോഹരമായ സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ സകല മനുഷ്യരുടെയും മുമ്പിൽ പരിഹസിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ, മക്കളുടെ വിവാഹം നടക്കുമോ, മക്കളെ പഠിപ്പിക്കുവാൻ കഴിയുമോ എന്ന് പോലും അറിയാൻ കഴിയാതെ പിതാക്കന്മാർ വ്യാകുലപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ പ്രതിസന്ധികളിലും ചിലർക്കെങ്കിലും മനസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കർത്താവെ, തിരിഞ്ഞു പോയാൽ മതി, ഇങ്ങനെയൊന്നും അനുഭവിക്കേണ്ട കാര്യമില്ലായിരുന്നു, ഇങ്ങനെയൊരു തീരുമാനമെടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് ചിന്തിച്ച പലരുമുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് എബ്രായ ലേഖകൻ സഭയോട് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതെ ഇരുപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവൻ എന്ത് ചെയ്യണം? കടന്നു പോകണം, ധ്യാനിച്ചു കൊള്ളണം. അവരനുഭവിച്ചിരിക്കുന്ന ജീവിതത്തിൻ്റെ വിഷമങ്ങൾ എന്താണ്? 10-ാം അധ്യായം, എബ്രായ ലേഖനം 10-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, വളരെ വേഗത്തിൽ വായിക്കാം. 10-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങൾ. ആ ആ ആ ആ നോക്കിയേ, നിന്ദകൾ, പീഡനങ്ങൾ, പബ്ലിക്കായിട്ടുള്ള അവഹേളനങ്ങൾ, ഇതൊക്കെയും അവർ സഹിച്ചുകൊണ്ടിരിക്കുക. അവർ എബ്രായ വിശ്വാസികളാ. തങ്ങളുടെ മനോഹരമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള യഹൂദ പാരമ്പര്യം വിട്ടിട്ട് യേശു എന്ന് പറഞ്ഞ ആ ഗുരുവിനെ അനുഗമിക്കുന്നതിന് വേണ്ടി അവരുടെ ജീവിതങ്ങൾ മാറ്റിവെച്ചപ്പോൾ സ്വന്തം സഹോദരന്മാരാൽ അവർ ആക്രമിക്കപ്പെടാൻ തുടങ്ങി. സ്വന്തം സമൂഹത്തിൻ്റെ മുമ്പിൽ അവർ പരിഹസിക്കപ്പെടാൻ തുടങ്ങി. പലരും അവരെ കല്ലെറിയാൻ തുടങ്ങി, പലരും അവരെ നിന്ന വാക്കുകൾ പറയാൻ തുടങ്ങി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എബ്രായ ലേഖകൻ 11-ാം അധ്യായം തുടങ്ങി വെക്കുന്നത് ഇങ്ങനെയാ: വിശ്വാസം എന്നതോ
ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. എബ്രായ ലേഖന കർത്താവ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, പ്രിയമുള്ളവരെ, ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങൾ കണ്ടല്ല നമ്മൾ ഇറങ്ങിയത്, ഈ ഭൂമിയിൽ ഉയർച്ച ഉണ്ടാകുമെന്ന് കരുതിയല്ല നമ്മൾ ഇറങ്ങിയത്, നമ്മുടെ മക്കളുടെ ഭാവി ശരിയാകുമെന്ന് കരുതിയല്ല നമ്മൾ ഇറങ്ങിയത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാ. ആ 10-ാം അധ്യായത്തിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, നമുക്കുള്ള ഒരു സമ്പത്ത് സ്വർഗത്തിലാണെന്ന് അറിഞ്ഞിട്ട് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ നിങ്ങൾ എന്ത് ചെയ്തു? സഹിച്ചു. എന്തിനു വേണ്ടി? കാണാത്ത കാര്യങ്ങളുടെ ആ സമ്പത്തിൻ്റെ നിക്ഷേപം ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഉണ്ടെന്നുള്ള ആ ഉത്തമമായ വിശ്വാസം അവരിലുള്ളവായിരുന്നത് കൊണ്ട് അവർ പറയുകയാണ്, ആ സമ്പത്തുകളുടെ അപഹാരത്തെ നിങ്ങൾ എന്ത് ചെയ്തു? സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു. അവരുടെ മനസ്സിൽ ക്ഷീണം വന്നപ്പോൾ ലേഖനകർത്താവ് അവരോട് പറയുക, നിങ്ങൾ ക്ഷീണിക്കേണ്ട, ഒരുവനെ നിങ്ങൾ നോക്കാം. സകല മനുഷ്യരാലും ഭാവികളാൽ നിന്ദിക്കപ്പെട്ടപ്പോൾ, ഭാവികളാൽ പരിഹസിക്കപ്പെട്ടപ്പോൾ, ഭാവികളാൽ താടിരോമങ്ങൾ പിടിച്ചു പറിക്കപ്പെട്ടപ്പോൾ, ഭാവികളാൽ ആ മുഖത്തേക്ക് തുപ്പിയപ്പോൾ, തുപ്പപ്പെട്ടപ്പോൾ, തുപ്പലേൽക്കപ്പെട്ടപ്പോൾ പ്രതികരിക്കാതെ ജഡം കൊണ്ട് അതിനിടെ എതിർക്കാതെ നിന്ന് ഒരു യേശുവിനെ നോക്കിക്കൊള്ളാനായിട്ട് ലേഖന കർത്താവ് സഭയോട് പറയുക. ആ 11-13 മുതലായി വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ ആ പങ്കാളികളെ കുറിച്ചിട്ട്, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളെ കുറിച്ചിട്ട്, അവർ ചെയ്ത പ്രവൃത്തികളെ കുറിച്ചിട്ട്, വിശ്വാസത്തിൻ്റെ ചുവടുകളെ കുറിച്ച് പറഞ്ഞിട്ട് ലേഖന കർത്താവ് പറയുക, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നു എങ്കിൽ മടങ്ങിപ്പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അവർ വിട്ടുവന്നതായ ആ മാളികകൾ, ആ പഠിപ്പിക്കലുകൾ, ആ സൗഹൃദങ്ങൾ, ആ മനോഹരമായ സ്നേഹബന്ധങ്ങൾ, അതിനെയൊക്കെ ഒന്ന് ഓർത്തിരുന്നെങ്കിൽ ആ പൂർവ്വപിതാക്കന്മാർക്ക് മടങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അവർ നോക്കിയത് ഈ ഭൂമിയിൽ അവർക്ക് ലഭിക്കുന്ന സൗഹൃദങ്ങളെയല്ല, അവർ നോക്കിയത് ഈ ഭൂമിയിൽ തങ്ങൾക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങളെക്കുറിച്ചല്ല, അവർ നോക്കിയത് ഈ ഭൂമിയിൽ ലഭിക്കുന്ന അംഗീകാരങ്ങളെ അനുഗ്രഹങ്ങളെ കുറിച്ചല്ല. അവിടെ പറയുന്നു, സ്വർഗീയമായതിനെ, അധികം മഹത്വമുള്ളതിനെ ആര് കാംക്ഷിച്ചു? വിശ്വാസത്തിൻ്റെ പിതാക്കന്മാർ കാംക്ഷിച്ചു. അതുകൊണ്ട് തന്നെ അവർ വിട്ടുപോകുന്നതിനെ ഓർത്തപ്പോഴും അതിലേക്ക് മടങ്ങിപ്പോകാൻ എന്ത് ചെയ്തില്ല? അവർക്ക് കഴിഞ്ഞില്ല. അവർ നോക്കിയത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് പോകുക. ഇന്ന് രാത്രിയിൽ നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ പലരും ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ടെന്നുള്ളത് എനിക്കറിയാം. പല വിധത്തിലുള്ള പ്രയാസങ്ങളിലൂടെ, കുടുംബങ്ങളിൽ പല പ്രശ്നങ്ങളിൽ കൂടെ യേശുവിനെ അറിഞ്ഞത് മൂലമുള്ളതായ പരിഹാസങ്ങളും നിന്ദകളും ഒക്കെ കേട്ട വ്യക്തികളാണെന്നുള്ളത് എനിക്കിന്ന് നന്നായിട്ടറിയാം. എന്നാൽ ഇന്ന് രാത്രി കർത്താവിന് നമ്മളോട് സംസാരിക്കാനുള്ളത്, യേശു പറഞ്ഞ ആശയങ്ങൾ ഉൾക്കൊള്ളുവാൻ ജഡത്തിന് കഴിയില്ലായിരുന്നു എങ്കിലും, യേശു പറഞ്ഞ ആശയങ്ങൾ മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ പ്രാപ്തമല്ലായിരുന്നു എങ്കിലും, പിതാവിൻ്റെ സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് ഈ നിത്യജീവൻ്റെ അവകാശിയായി തീരുവാൻ, ആ പുത്രൻ്റെ അടുക്കലേക്ക് വരുവാൻ ദൈവമായ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകി. ആ ഭാഗ്യ പദവി ലഭിച്ചവരാണ് പ്രിയരെ നാം ഓരോരുത്തരും. പലർക്കും ഇങ്ങനൊരു ഭാഗ്യം ലഭിക്കാതിരുന്നപ്പോൾ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഇങ്ങനെയുള്ള ഭാഗ്യം പലർക്കും കിട്ടിയിട്ടും അവസരങ്ങളെ മുതലാക്കുവാൻ കഴിയാതെ, ആ പിതാവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ കഴിയാതെ, ആ പിതാവിൻ്റെ സ്നേഹത്തോട് പോസിറ്റീവായി പ്രതികരിക്കാൻ കഴിയാതെ, ആ പിതാവിൻ്റെ ആശ്ലേഷണത്തെ അംഗീകരിപ്പാൻ കഴിയാതെ, ആ നിത്യജീവിയങ്കിലേക്കുള്ള വിളിയെ അംഗീകരിപ്പാൻ കഴിയാതെ പലരും തങ്ങളുടെ പള്ളികളെയും പട്ടങ്ങളെയും, പലരും തങ്ങളുടെ സൗഹൃദങ്ങളെയും, പലരും തങ്ങളുടെ സ്നേഹബന്ധങ്ങൾക്കും ഊന്നൽ കൊടുത്തപ്പോൾ അതിനൊന്നും ഊന്നൽ കൊടുക്കാതെ ഇറങ്ങിയ പിതാക്കന്മാരുടെ പിൻതലമുറകളാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന പലരും. എന്നാൽ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ നേരിടുമ്പോൾ പിന്മാറിപ്പോകുന്നതിനും ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു പോകുന്ന കാഴ്ച ഈ തലമുറയുടെ ഇടയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നമ്മളെ തന്നെ ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. മനസ്സ് ക്ഷീണിക്കുമ്പോൾ, മനസ്സ് ചഞ്ചലപ്പെടുമ്പോൾ, മനസ്സ് തളരുമ്പോൾ, ഭാവികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നിങ്ങൾ നോക്കിക്കൊള്ളണം. ജഡത്തിൽ സകല പീഡനങ്ങൾ അനുഭവിച്ചിട്ടും, സകല വിധത്തിലുള്ള അന്യായമേറ്റിട്ടും ജഡ കൊണ്ട് പ്രതികരിക്കാതെ തൻ്റെ പിതാവ് ഏൽപ്പിച്ച ദൗത്യത്തെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പിതാവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്ത പുത്രൻ്റെ സ്നേഹത്തെ നമ്മൾക്ക് കാണാനായി കഴിയണം. എന്തുകൊണ്ടാണ് പുത്രൻ മിണ്ടാതിരുന്നത്? അനേക പുത്രന്മാരെ
വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഇന്ന് രാത്രിയിൽ ആലയത്തിന് അകച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ സ്വർഗീയ പിതാവിൻ്റെ പുത്രിമാരായി വീണ്ടെടുക്കപ്പെട്ടത് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് കാൽവരി കുരിശിൽ അനുഭവിച്ച തങ്ങളുടെ പാപികളാൽ കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടും പാപികളാൽ അടിയേൽക്കപ്പെട്ടിട്ടും മുള്ളുകളാൽ ചറയ്ക്കപ്പെട്ടിട്ടും കൈകാലുകൾ ആണികളാൽ ചറയ്ക്കപ്പെട്ടിട്ടും അത്ഭുതങ്ങൾ കൊണ്ട് പുറത്തിറങ്ങി വരുവാൻ കഴിവുള്ള യേശുനാഥൻ മരണത്തിൽ നിന്ന് പലരെയും തിരിച്ചു വരുത്തിയ യേശു കർത്താവ്, ഞാൻ കൽപ്പിച്ച ഒരു ലഗ്യോനിതിലധികം ദൂതന്മാരെ എൻ്റെ പിതാവിന് ഇറക്കാൻ കഴിയുമെന്ന് പറഞ്ഞ യേശു കർത്താവ് അത്ഭുതങ്ങൾക്കൊന്നും മുതിരാതെ നിശബ്ദമായി നിന്ന് സഹിച്ചത് നമ്മൾക്ക് വേണ്ടിയാണ്, നമ്മളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാ. പ്രിയമുള്ളവരെ, ആ പിതാവിന് രാത്രിയിൽ വിളിക്കുക, ആ യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കുന്നതിന് വേണ്ടി നമ്മളെ വിളിക്കുക. പലപ്പോഴും നമ്മൾ അതിനെ തിരസ്കരിച്ചു പോയവരായിരുന്നു. എന്നാൽ ഏതൊക്കെയോ സമയങ്ങളിൽ ആ സ്നേഹത്തെ തിരിച്ചറിയുവാനും പിതാവിൻ്റെ ആകർഷണ വലയത്തിലേക്ക് കടന്നു വരുവാനും ദൈവം നമുക്ക് ഭാഗ്യം നൽകി. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ അംഗീകരിക്കാൻ കഴിയാതെ, ദൈവം നിന്നെ വിളിക്കുന്നു എന്നുള്ള ആ സത്യത്തെ മനസ്സിലാക്കാൻ കഴിയാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവിൻ്റെ വചനത്തിൽ കൂടി ഓർപ്പിക്കുക, നിന്നെ വിളിക്കുന്നത് ഈ ഭൂമിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയല്ല, മരണത്തിന് ശേഷമുള്ള നിത്യജീവന് വേണ്ടി ആ പുത്രൻ നിന്നെ വിളിക്കുക. ഈ ഭൂമിയിൽ കാണുന്ന സൗഹൃദങ്ങളൊക്കെ മരണം കൊണ്ട് അവസാനിക്കും. ഈ ഭൂമിയിൽ കാണുന്ന ആഡംബരങ്ങളൊക്കെ മരണം കൊണ്ട് അവസാനിക്കും. ഈ ഭൂമിയിൽ കിട്ടുന്ന സൗഹൃദങ്ങളൊക്കെ മരണം കൊണ്ട് അവസാനിക്കും. എന്നാൽ മരണത്തിന് ശേഷം നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായ ഒരു സത്യമുണ്ട്, ന്യായവിധി എന്നുള്ളതായ സത്യം. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുക. ഇന്ന് രാത്രി കർത്താവ് വിളിക്കുന്നു, അങ്ങനെ ഒരു ന്യായവിധിയിലേക്ക് കടന്നു പോകാതെ പുത്രൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി, ആ പുത്രൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് കടക്കേണ്ടതിന് വേണ്ടി പിതാവായ ദൈവം നിങ്ങളെയും വിളിക്കുന്നു. ജഡം കൊണ്ട് അംഗീകരിക്കാൻ പറ്റിയ ആശയങ്ങളല്ല യേശു പറഞ്ഞത്, നമ്മുടെ മനസ്സിന് തൃപ്തി നൽകുന്ന ആശയങ്ങളല്ല യേശു പറഞ്ഞത്. എന്നാൽ നിത്യജീവന് വേണ്ടിയുള്ള വിളി യേശു കർത്താവ് ഇന്ന് രാത്രിയിൽ നമുക്ക് നൽകിയ, എൻ്റെ ജീവിതം എൻ്റെ കർത്താവിന് വേണ്ടി നൽകുന്നു എന്ന് പറയുവാൻ കഴിവുള്ളവർ, പിതാവേ അങ്ങനെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയുന്നു എന്ന് മനസ്സിലാക്കുന്നവർ, നിങ്ങളുടെ ജീവിതത്തെ കർത്താവിൻ്റെ മുമ്പിലേക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? റോസാപ്പൂക്കളുള്ള പാതകളിലേക്കല്ല യേശു വിളിക്കുന്നത്, ഇടുക്കുവാതിൽ കൂടി അകത്ത് കിടപ്പീൻ എന്ന യേശു പറഞ്ഞത്. ഞെരുക്കമുള്ള ജീവിതമാണ്, പ്രയാസമുള്ള ജീവിതമാണ്, നിന്ദിക്കപ്പെടും, പരിഹസിക്കപ്പെടും, കഷ്ടതകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും, പലരാലും അപമാനിക്കപ്പെടും. എന്നാൽ കർത്താവ് നമ്മളെ വിളിക്കുന്നത് നിത്യജീവന് വേണ്ടിയാണ്, മരണത്തിന് ശേഷമുള്ള നിത്യജീവന് വേണ്ടി. ആരെയും ഉപദ്രവിക്കാതിരുന്ന യേശു, ആരെയും കൊല്ലാതിരുന്ന യേശു, മനുഷ്യർക്ക് നന്മ മാത്രം ചെയ്ത യേശു, മനുഷ്യർക്ക് നന്മ മാത്രം ഉപദേശിച്ച യേശു, സകലരെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശു കാൽവരി കുരിശിൽ തറയ്ക്കപ്പെട്ടു. യേശു പറഞ്ഞു, പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിന് എന്തു ഭവിക്കും? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശു വിളിക്കുന്നത് നിത്യജീവനിലേക്കാണ്. എത്ര പേർക്ക് ആ വിളി അംഗീകരിക്കാനായിട്ട് കഴിയും? ജീവിതത്തിൽ തളർച്ചകൾ വരും, നിന്ദകൾ വരുമ്പോൾ ജീവിതത്തിൽ പിന്മാറിപ്പോകാനുള്ള തോന്നലുകൾ വരും. വചനം ഓർപ്പിക്കുന്നത് പോലെ അങ്ങനെയുള്ള തളർച്ചകളും നിരാശകളും വരുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ്. നിന്ദകൾ സഹിച്ചിട്ടും പരിഹാസങ്ങൾ ഏറ്റിട്ടും അടികൾ ഏറ്റിട്ടും കൈകാലുകൾ തറയ്ക്കപ്പെട്ടിട്ടും ഒരു വാക്കുകൊണ്ട് പോലും ജഡത്തിൻ്റെ പ്രതികരണം പറയാതെ പിതാവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തൊരു യേശു നമ്മളെ ഒരു നിമിഷം നമ്മളെ സമർപ്പിക്കാൻ